രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച കേരളത്തിലെ മുഴുവൻ വിമുക്ത ഭടന്മാർക്കും സംസ്ഥാന ഗവൺമെന്റ് CSR ഫണ്ടിന് സമാനമായ രീതിയിൽ ഇൻസെന്റീവ് നൽകണമെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു. ഇത് സംബന്ധിച്ച സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുണ്ടിയരുമ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടനായ MLAക്ക് നൽകിയ സ്വീകരണ യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമുണ്ടായത്. മുണ്ടിയരുമ, അണക്കര, കുമളി, ഏലപ്പാറ, ഇടുക്കി, കട്ടപ്പന, അടിമാലി യൂണിറ്റുകളും ഇടുക്കി ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് MLAക്ക് ആദരവ് നൽകിയത്. ചെയ്യണം എന്നെനിക്കറിയില്ല. ഒരുപാട് സ്വീകരണങ്ങൾ ജീവിതത്തിലുടനീളം ഏറ്റുവാങ്ങിയിട്ടുള്ള ആൾ. MLA ആയതിനു ശേഷം അതിൻ്റെ എണ്ണം എത്രയുമാണ്. ആ സ്വീകരണങ്ങളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി ഇത്രയും ഹൃദയസ്പർശിയായ ഒരു സ്വീകരണം അത് വിമുക്ത ഭടന്മാരായ നിങ്ങൾ എനിക്ക് നൽകിയത് അത് എന്നോട് മാത്രമുള്ള ആദരവല്ല, അത് എക്സ് സർവീസ്മാൻ സമൂഹത്തോടുള്ള മൊത്തം ആദരവായി ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ സൈനിക ജീവിതം നിങ്ങളുടെ അത്രയും ദൈർഘ്യമേറിയതല്ല. ഞാനൊരു 8.5 വർഷത്തെ സർവീസിന് ശേഷം സൈന്യത്തിൽ നിന്ന് വോളണ്ടറി ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ്. ഞാൻ സർവീസിലിരിക്കുന്ന യൂണിറ്റിൽ ശ്രീ ഗോപി, ശ്രീ ബാബു, ഇപ്പോൾ സോയി, ഇവരൊക്കെ ആ റെജിമെന്റിലെ ആളുകളായിരുന്നു 17 മദ്രാസ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ MLA ആകുന്നത് ഒരുപക്ഷെ അതിനുള്ള കരുത്ത്, അതിനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ആർജവം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആ ഡെഡിക്കേഷൻ, അതൊക്കെ ഒരു സൈനികൻ എന്ന നിലയിൽ എനിക്ക് സൈന്യത്തിൽ നിന്ന് ലഭിച്ച ആ എന്താ പറഞ്ഞ ആ വലിയ പിന്തുണയുടെ ഭാഗമാണ്. ഒരുപക്ഷെ ഒരു സൈനികനാകാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ ഞാനാകുമായിരുന്നു. പക്ഷേ എനിക്കിത്ര ചിട്ടയോടുകൂടി, അച്ചടക്കത്തോടുകൂടി, മികവോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല. അത് സൈന്യം എനിക്ക് നൽകിയ ആ പ്രചോദനമാണ് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ MLA ആകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടെന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ഞങ്ങൾ 140 പേര് ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ 1.5 ലക്ഷം ജനങ്ങളുടെ പ്രതിനിധിയാകാൻ എനിക്ക് എൻ്റെ ഒരു പുരുഷായുസ് മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. 2016 ഒരു അവസരം വന്നു. PT ഉഷയ്ക്ക് നഷ്ടപ്പെട്ടതുപോലെ ആ അവസരം സെക്കൻഡുകളുടെ അംശം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു. പക്ഷെ നഷ്ടപ്പെട്ടപ്പോൾ പോരാടാനുള്ളൊരു ആത്മവീര്യം, സറണ്ടർ ചെയ്യില്ല, കീഴടങ്ങില്ല എന്നുള്ള ആത്മവീര്യം, അത് എനിക്ക് ലഭിച്ചത് ഞാൻ ധരിച്ച യൂണിഫോമിൽ നിന്നാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഞാനതുകൊണ്ട് എൻ്റെ നിയമസഭാ പ്രസംഗത്തിലെ ആദ്യത്തെ പ്രസംഗം അവസാനിപ്പിച്ചത് ഞാൻ ജയ് ജവാൻ അല്ലെങ്കിൽ ജവാൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ്. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ജവാന്മാരെ അനുസ്മരിക്കാറ്. ഞാനിവിടെ എനിക്ക് നൽകിയ അവകാശ പത്രിക ഞാനത് സസൂക്ഷ്മം പഠിച്ചു. അതിലെ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായും ബോധവാനാണ്. ഇനി ഞാൻ നിങ്ങളുടെ അറിവിലോട്ട് പറയുന്നു, ഞാൻ കേരള നിയമസഭയിൽ എക്സ് സർവീസ്മാൻ വേണ്ടി ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു. അത് മറ്റൊന്നുമല്ല, എക്സ് സർവീസ്മാന് പെൻഷൻ കിട്ടുന്നു, ഒക്കെ ശരിയാണ്. നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിച്ചതാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ആ സംരക്ഷണത്തിന് ഒരു ഇൻസെൻറ്റീവ് സംസ്ഥാന ഗവൺമെൻറ് നമുക്ക് തരണം, CSR. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ ബില്ലിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ എക്സ് സർവീസ്മാൻമാർക്കും അവർക്ക് അർഹതപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റ് കമ്പനികൾ CSR കൊടുക്കുന്നത് വരെ ഈ രാജ്യത്തിന്റെ അതിർത്തി കാത്ത് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും കൂടി സംരക്ഷിച്ചതിന്റെ പ്രതിഫലമാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഇൻസെന്റീവ്, അത് പ്രതിമാസമാകട്ടെ, അർദ്ധവാർഷികമാകട്ടെ, അതല്ലെങ്കിൽ ഒറ്റത്തവണയാകട്ടെ, അതിന്റെ തുക എത്രയെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് കൂടി ആലോചിച്ചു. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ, ഞാൻ ചണ്ഡീഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ലേയിലേക്ക് പോകാൻ അന്തി ഉറങ്ങുമ്പോൾ അവിടുത്തെ തണുപ്പ് -15
യൂണിറ്റ് പ്രസിഡന്റ് മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കെ അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ, സെക്രട്ടറി പി എം ജോയ്, സംഘടനാ നേതാക്കളായി വി ജി ശശി, ആർ കെ പണിക്കർ, വർഗീസ് കാപ്പിൽ, വി ഐ തോമസ്, സുധാകരൻ ജി, ശ്രീകണ്ഠൻ രവീന്ദ്രൻ നായർ, എസ് വിജയൻ, അജിത് കുമാർ, കെ കെ രാജു എന്നിവർ സംസാരിച്ചു. SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഉയർന്ന ഡിഗ്രി കരസ്ഥമാക്കിയ കുട്ടികളെയും സീനിയർ എക്സ് സർവീസ് മെമ്പർമാരായ കെ കെ ഉണ്ണികൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ MLA ആദരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുതയേകി ഇനി മുതൽ കട്ടപ്പനയിൽ ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ. സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമേഴ്സ് ഹെവനിലൂടെ. പ്രൊഫഷണൽ സർവീസസ്, ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ സ്പാ, ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ്, ഹെയർ സ്ട്രെയിറ്റനിംഗ് ആൻഡ് സ്മൂത്തനിംഗ്, പെരിക്യൂർ ആൻഡ് മാനിക്യൂർ, വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം, ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ. ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കി കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന.